ആനക്കുട്ടനെയും കണ്ട് നമ്മൾ പോയത് നേരെ ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. നേരായ വഴി പോകാതെ പുതിയ വഴികൾ വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകുന്ന ഞങ്ങളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിനു മുമ്പ് ഈ വഴി മനുഷ്യന്മാരാരും പോയിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കാണുന്ന ഡിവിഷൻ അപ്പുറം തമിഴ്നാടാണ്. അങ്ങനെ കേരളത്തിൽ വണ്ടി ഇറങ്ങി തമിഴ്നാട്ടിലെ വ്യൂ പോയിന്റ് കാണാൻ ഞങ്ങൾ പോവുകയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ് വരുന്നത്. ഈ ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് 100 മീറ്റർ മാത്രമേ താഴത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ, അടിപൊളിയാണ്. മലയുടെ താഴ്വാരവും അതിന്റെ മുകളിലായി കൂടി നിൽക്കുന്ന മേഘങ്ങളും കാണാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ പാസ്സാണ് ഗൈസ്. നമ്മൾ ആദ്യം കയറി വരുമ്പോഴേക്ക് 20 രൂപയുടെ ഒരു പാസ്, അത് കഴിഞ്ഞ് ഒരു 100 മീറ്റർ ആ പാസ്സിൽ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ താഴത്തോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും പിന്നെ അടുത്ത പാസ്. ഇതെന്തോ ഇത് കൊള്ളയാ. അവിടെ 20, ഇവിടെ 20. അവിടെ 20 കൊടുത്താൽ 100 മീറ്റർ ഇറങ്ങാം, ഇവിടെ 20 കൊടുത്താൽ എത്ര മീറ്റർ ഇറങ്ങാടാ? 200 മീറ്റർ ഇറങ്ങാം അല്ലേ? അതൊക്കെ ഗവൺമെൻറ്റൊക്കെ അർജൻറ്റാണ് നടക്കണം, എനിക്കറിയില്ല. നേരത്തെ വന്നപ്പോഴേക്കും ഇതുപോലെ പാസ്സൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് പാസും കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നു. ടോപ്പ് സ്റ്റേഷനിലെ കാഞ്ഞ വെയിലത്ത് നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. ഞങ്ങളെ കാണാത്തതുകൊണ്ട് നമ്മുടെ ഗൈഡും നമ്മുടെ വഴികാട്ടിയായിട്ടുള്ള നമ്മുടെ അർജുൻ ബ്രോ നമ്മളെ തിരക്കി വന്നിരിക്കുകയാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി, വിശപ്പിന്റെ വിളി വന്നു. ഇനിയിപ്പോൾ അവനൊക്കെ പിടിച്ച് ഞങ്ങളൊക്കെ ഇവിടെ പുസ്തകമൊക്കെ നമ്മൾ കഴിക്കാൻ നിൽക്കുക. ഇപ്പൊ വേണേലും പിടിച്ച് തിന്നാന്നുള്ള രീതി നിൽക്കും. എൻ്റെ അമ്മ എങ്ങനെയുണ്ടായിരുന്നു താഴോട്ട് പോയിട്ട്? താഴത്തെ അടിപൊളിയായിരുന്നു. ആണോ? ഇവന്മാര് എല്ലാവരും താഴത്തോട്ട് ഇറങ്ങിപ്പോയി. ഞങ്ങള് ഇവന്മാർ രണ്ടുപേരും ഇവനും ഉസ്തനും കൂടി താഴത്തോട്ട് ഇറങ്ങിപ്പോയി. ഞങ്ങൾ മാത്രം ഇവിടെ മോളിൽ നിൽക്കുമായിരുന്നു. പക്ഷേ ഇവന്മാർ പോയിട്ട് അടിപൊളിയായിരുന്നല്ലോടാ. ഞങ്ങൾക്ക് ഇവിടെ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടിയായിരുന്നു. ഇവിടെ ഡിസ്കൗണ്ട് കിട്ടിയായിരുന്നു ഞങ്ങൾക്ക്. ആ 100 രൂപ. 100 രൂപ ഡിസ്കൗണ്ട്. ആ കൂപ്പണ്. ആ 100 ഡിസ്കൗണ്ട്. ലാഭമായി. ആ 400 കൊടുത്ത് 100 മിച്ചം. ഇതൊക്കെ അറിയാമല്ലോ, പൈസ കൂടെ ഉണ്ടാകുന്നുണ്ട്. ഇതുവരെയൊക്കെ പോക്കറ്റിലോട്ടാണ് ഗവൺമെന്റിലോട്ടാണ് പോണെന്ന് മാത്രം അറിയാം. പോക്കറ്റിലോട്ടാ പോകുള്ളൂ, ഗവൺമെന്റിലോട്ട് നിശ്ചയ ശതമാനം ടാക്സ് കൊടുക്കും. ആ അതേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നേരെ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് അവിടെ ചെന്നതാണ്. ഓക്കെ.